ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ന് ഫെബ്രുവരി 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ഇന്റർഫെയ്ത്ത് ഹാർമണി വീക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 1st to 7th ഫെബ്രുവരിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വേൾഡ് ഇന്റർഫെയ്ത്ത് ഹാർമണി വീക്ക് ഇസ് ആൻ ആനുവൽ ഇവന്റ് ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി സിൻസ് ദ ജനറൽ അസംബ്ലി ഇലക്ഷൻ ഡെസിഗ്നേഷൻ ഇൻ 2010. World Interfaith Harmony Week, conceived to promote cultural peace and non-violence, was first proposed by King Abdullah II of Jordan at the United Nations in 2010. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേൾഡ് ഇൻ്റർഫെയ്ത്ത് ഹാർമണി വീക്ക് 1st to 7th ഫെബ്രുവരി ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രാറ്റേർണിറ്റി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th ഫെബ്രുവരിയാണ്. അപ്പോൾ എല്ലാ വർഷവും എവറി ഇയർ 4th ഫെബ്രുവരി ഈസ് ഒബ്സർവ്ഡ് ആസ് ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രാറ്റേർണിറ്റി ടു സെലിബ്രേറ്റ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടുവേർഡ്സ് unifying people across the globe as a human community irrespective of religion and culture. It emphasizes the importance of unity amidst rapidly changing political, economic and ethno-nationalistic conditions across the world. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. International Big Cat Alliance officially comes into force as a full-fledged treaty. അപ്പോൾ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് വന്നിരിക്കുകയാണ്. ആസ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് ട്രീറ്റി ആയിട്ട് അത് വന്നിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇൻ എ മേജർ ഡെവലപ്മെൻറ്റ്, ദ ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് ഓൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഹാസ് ഒഫീഷ്യലി കം ഇൻ ടു ഫോഴ്സ് ഫ്രം 23rd January 2025. The International Big Cat Alliance and its secretariat have become a full-fledged treaty-based intergovernmental international organization and international legal entity. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. IBCA ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് എന്താ പറയുക, ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാർട്ട് ഡേ വേവർ സ്വാൺ ഇൻ ആസ് ബെൽജിയംസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ബാർട്ട് ഡേ വേവർ ബെൽജിയത്തിൻ്റെ ന്യൂ പ്രൈം മിനിസ്റ്ററായിട്ട് സ്വാൺ ഇൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ബെൽജിയം, ബാർട്ട് ഡേ വേവർ ഹാസ് ബീൻ സ്വാൺ ഇൻ ആസ് ദ കൺട്രീസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. The oath-taking ceremony took place before King Philip of Belgium at the Royal Palace. De Wever's coalition, consisting of 5 parties, includes 7 francophone ministers and 7 Flemish ministers in the new government. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th ഫെബ്രുവരിയാണ്. Every year on 4th February, World Cancer Day is observed to spread awareness and educate people about the prevention, detection and treatment of this life-threatening disease. According to World Health Organization, cancer remains the leading cause of death globally, claiming approximately 10 million lives in 2022. അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ തീം ഓഫ് ദ വേൾഡ് ക്യാൻസർ ഡേ 2025 യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് അതിൻ്റെ തീം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എക്സിബിഷൻ അറ്റ് മഹാകുംഭ് 2025 സെലിബ്രേറ്റ്സ് ഉത്തർപ്രദേശ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. The ongoing Mahakumbh Mela at Prayagraj in Uttar Pradesh is proving to be a vibrant platform for artisans to showcase their handicrafts and cottage products. Akashvani correspondent reports that the One District One Product exhibition is celebrating the state's rich cultural heritage, featuring 75 unique geographical indication tag products. അപ്പോൾ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പ്രോഡക്ട്സ് 75 ഡിസ്ട്രിക്റ്റിൽ 75 പ്രോഡക്ട്സ് ആണ്. അതാണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്, ഡിസ്ട്രിക്ട് വൈസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇൻഫർമേഷൻ പർപ്പസിന് വായിച്ച് നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഒരുപാട് പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പേജിലും ഞാൻ ഓരോ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇത് ഞാൻ വായിച്ച് പോവാം, അതായിരിക്കും നല്ലത്. ആഗ്ര, ലെതർ പ്രോഡക്ട്സ് ആൻഡ് ഓൾ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് മാനുഫാക്ചേർഡ് ത്രൂ സ്റ്റോൺ ആൻഡ് മാർബിൾ. പിന്നെ അംറോഹ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്. പിന്നെ അലിഗർ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയ പ്രോഡക്റ്റ് ആണ്.
ലോക്സ് ആൻഡ് ഹാർഡ്വെയർ ആൻഡ് മെറ്റൽ ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ ഓറയ്യ ഫുഡ് പ്രോസസ്സിംഗ് ദേശി ഗീ, പിന്നെ അസാംഗർ ബ്ലാക്ക് പോട്ടറി, നെക്സ്റ്റ് അംബേദ്കർ നഗർ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് അമേത്തി മൂഞ്ച് പ്രോഡക്ട്സ്, പിന്നെ അയോധ്യ ജാഗ്രി, പിന്നെ ബുദ്ധോൺ സർദോസി, പിന്നെ ബാഗ്പട്ട് ഹോം ഫർണിഷിങ്സ്, പിന്നെ ബഹ്റൈച്ച് വീറ്റ് സ്റ്റോക്ക് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്, പിന്നെ ബറേലി സർദോസി ആൻഡ് ബാംബു പ്രോഡക്ട്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത് ഇൻഡസ്ട്രി, പിന്നെ ബല്യ ബിന്ദി ബസ്തി വുഡ് ക്രാഫ്റ്റ് ആൻഡ് വിനീഗർ പ്രോഡക്ട്സ്, പിന്നെ ബൽറാംപൂർ ഫുഡ് പ്രോസസ്സിംഗ്, ഭദോയ് കാർപ്പറ്റ്, ബൻസ ഷഹർ സ്റ്റോൺ ക്രാഫ്റ്റ്, ബിജ്നോർ വുഡ് ക്രാഫ്റ്റ്, ബറാബാങ്കി ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ്, ബുലന്ദ്സഹാർ സെറാമിക് പ്രോഡക്ട്സ്, ചണ്ടോലി സർദോരി ആൻഡ് ബ്ലാക്ക് റൈസ്, ചിത്രകൂട്ട് വുഡൻ ടോയ്സ്, ദിയോറിയ ഡെക്കറേറ്റീവ് പ്രോഡക്ട്സ് ആൻഡ് എംബ്രോയ്ഡറി ആൻഡ് വീവിംഗ് പ്രോഡക്ട്സ് ആൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, എത്താവ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ആൻഡ് ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് എംബ്രോയ്ഡറി, എത്ത ankle belts ഗുംഗ്രു belts and brass products, ഫറൂഖാബാദ് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് ആൻഡ് സർദോസി, ഫത്തേപൂർ ബെഡ്ഷീറ്റ്സ് ആൻഡ് അയൺ ഫാബ്രിക്കേഷൻ വർക്ക്സ്, ഫിറോസാബാദ് ഗ്ലാസ്വെയർ, ഗൗതം ബുദ്ധ് നഗർ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഗാസിപൂർ ജൂട്ട് വാൾ ഹാങ്ങിങ്, ഗാസിയാബാദ് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഗോണ്ട ഫുഡ് പ്രോസസ്സിംഗ് പൾസസ്, ഗോരഖ്പൂർ ടെറാക്കോട്ട ആൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഹാപൂർ ഹോം ഫർണിഷിംഗ്, ഹാർദോയ് ഹാൻഡ്ലൂം, ഹത്രാസ് ഹിങ് അസഫോട്ടിഡ, ഹമീർപൂർ ഷൂസ്, ജലോൺ ഹാൻഡ്മെയ്ഡ് പേപ്പർ ആർട്ട്, ജോൺപൂർ വൂളൻ കാർപ്പറ്റ്സ് ദറി, ജാൻസി സോഫ്റ്റ് ടോയ്സ്, കൗശംബി ഫുഡ് പ്രോസസ്സിംഗ്, കനൗജ് പെർഫ്യൂം, ഖുഷിനഗർ banana fiber products and banana products, Kanpur Dehat aluminium utensils, Kanpur Nagar leather products, Kazang Zardozi, Lakhimpur Kheri tribal craft and jaggery products, Lalitpur Zari silk sarees and food processing, school dress, ready-made garments and hosiery. Then Lucknow Chikankari and Zari Zardozi, Maharajganj furniture, Meerut sports, Mahoba Gaura stonecraft, Mirzapur carpets and brass industry, Mainpuri Tarkashi art, Moradabad metal craft, Madhura sanitary fittings and costume of Thakurji, Srinagar sculpture and Kantimala, Muzaffarnagar jaggery, Mau power loom textile, Pilibhit flute and wooden products, Prayagraj Moonj products, Pratapgarh Amla products, Rai Bareli woodwork, Rampur applique work along with the patchwork, Zari patchwork and Menta, Sant Kabir Nagar brassware craft, Shahjahanpur Sari Sardozi, Shamil iron arts, Saharanpur wood crafting, Shravasti tribal craft, Sambal handicraft, Hornbone, Siddharth Nagar Kala Namak rice, Sitapur carpet, Sonbhadra carpets, Sultanpur Moonj products, Unnao Zari Zardosi and leather products, Varanasi Banarasi silk sari. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CPI ഇൻഫ്ലേഷൻ ലൈക്ലി ടു ഈസ് ടു 4.5% ഇൻ ക്വാർട്ടർ 4 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 25, 4.8% ഫോർ ഫുൾ ഫിനാൻഷ്യൽ ഇയർ 25 SBI റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The country's retail inflation is expected to decline to 4.5% in the last quarter, that is January to March of the financial year 2024-25, while the overall average inflation for the year is likely to be at 4.8% according to a recent report by the State Bank of India.
The report also projected that inflation will further ease in financial year 26 with an expected average range of 4.2% to 4.5%. In the October-December quarter of 2026, the report added that the inflation could even fall below 4%. Meanwhile, core inflation, which excludes volatile food and fuel prices, might surpass headline inflation by September 2025. IBBI നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IBBI അപ്ഡേറ്റ്സ് ലിക്വിഡേഷൻ പ്രോസസ് റൂൾസ് ടു ബൂസ്റ്റ് ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ IBBI ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ലിക്വിഡേഷൻ പ്രോസസ് റൂൾസ് ടു ബൂസ്റ്റ് ട്രാൻസ്പെറൻസി എഫിഷ്യൻസി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഹാസ് അമെൻഡഡ് റെഗുലേഷൻസ് ഓൺ എ ലിക്വിഡേഷൻ പ്രോസസ് ടു സ്ട്രീംലൈൻ ദ ഓപ്ഷൻ പ്രൊസീജിയർ, ഇംപ്രൂവിംഗ് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് ആൻഡ് എൻഷുറിംഗ് ബെറ്റർ ഫണ്ട് മാനേജ്മെന്റ്. The amendments notified on January 28, 2025 with immediate effect modify the Insolvency and Bankruptcy Board of India Regulations 2016. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ്, RBI approves, just a second, okay, RBI approves Tata Communications 330 crore rupees ATM business sale to Findi. അപ്പോൾ RBI അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൻ്റെ 330 കോടി രൂപയുടെ ATM ബിസിനസ് സെയിൽ ഫിന്ദിക്ക് വിൽക്കാനുള്ള ആ ഒരു അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ RBIയുടെ അടുത്ത് നിന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അപ്രൂവ്ഡ് ഫോർ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ടു സെൽ ഇറ്റ്സ് എൻറ്റയർ സ്റ്റേക്ക് ഇൻ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ് ടു ട്രാൻസാക്ഷൻ സൊല്യൂഷൻസ് ഇന്റർനാഷണൽ TSI, the Indian subsidiary of Australian fintech company Findi. Originally announced in November 2024, the deal is valued at 330 crore rupees. 330 ആണ് അതിൻ്റെ കോടി രൂപയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. വിത്ത് ആൻ അഡീഷണൽ 75 crore rupees contingent on meeting certain conditions as per the share purchase agreement signed by Tata Communications. TSI has ambitions to become a full-fledged payments bank and currently manages over 7,500 ATMs, including brown label ATMs operated in partnership with 12 banks. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കെയർ റേറ്റിംഗ്സ് ഡൗൺഗ്രേഡ്സ് റേറ്റിംഗ്സ് ഓഫ് സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽസ് ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ റേറ്റിംഗ്സ് ഓഫ് സ്പന്ദന ഫൂർത്തീസ് ഫിനാൻഷ്യൽ ലിമിറ്റഡ്സ് ബാങ്ക് ഫെസിലിറ്റീസ് ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് അഗ്രിഗേറ്റിംഗ് 2,300 crore rupees have been downgraded by Care Ratings to A negative from A positive. The agency also noted that the NBFC MFI has breached certain financial covenants in respect of borrowings. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Budget announces 5,272 crore rupees for the Ministry of Textiles for the financial year 2025-26. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 25-26 ബഡ്ജറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് 5,272 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ യൂണിയൻ ബഡ്ജറ്റ് 2025-26 വാസ് പ്രസന്റഡ് ബൈ ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓൺ February 1, 2025. ദ ബഡ്ജറ്റ് അനൗൺസ്ഡ് an outlay of 5,272 crore rupees for the Ministry of Textiles for financial year 2025-26. This is an increase of 19% over budget estimates of 2024-25. അപ്പോൾ ഇപ്പോൾ കഴിയാനിരിക്കുന്ന എസ്റ്റിമേറ്റഡ് ഇയറിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തിരുന്നത് 4,417 കോടിയാണ്. ഇപ്പോൾ ഈ വർഷം അത് 2025-26 പീരീഡിൽ 5,272 കോടി രൂപയായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ചമൻ അറോറ awarded സാഹിത്യ അക്കാദമി അവാർഡ് 2024 in Dogri for his book ഇഖോർ അശ്വത്ഥാമ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ശ്രീ മാധവ് കൗശിക്, പ്രസിഡന്റ് ഓഫ് സാഹിത്യ അക്കാദമി, ഹാസ് അപ്രൂവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് 2024 in Dongri for ഇഖോർ അശ്വത്ഥാമ short stories
by late Chaman Arora. The book was selected on the basis of a recommendation made by the jury comprising 3 members in accordance with the rules and procedures laid down for the purpose. The book was selected unanimously. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.